കണ്ണാടിയിൽ തന്റെ നിഴലിന് പകരം മറ്റൊരു രൂപത്തെ കണ്ട് നായകൻ ഞെട്ടിപ്പോയി. ആ രൂപം പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു: നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഭയന്നു വിറച്ച നായകൻ നിലവറയുടെ വാതിൽ വലിച്ചടച്ച് തന്റെ മുറിയിലേക്ക് ഓടിക്കേറി. പക്ഷേ അന്ന് രാത്രി അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയുടെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന തന്റെ മുത്തച്ഛന്റെ പഴയ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. പെട്ടെന്ന് അവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. കണ്ണാടിയിൽ കണ്ട ആ രൂപത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ തരം മോതിരം മുത്തച്ഛന്റെ കയ്യിലുമുണ്ട്. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ ഒരു മുതിർന്ന ആളോട് അവൻ ഈ കാര്യം ചോദിക്കുന്നു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം അയാൾ വെളിപ്പെടുത്തിയത്. മുത്തച്ഛൻ മരിക്കുന്നതിന് മുൻപ് ആ നിലവറയിൽ ഒരു രഹസ്യ അറ ഉണ്ടെന്നും അതിൽ ഒരു പുരാതനമായ ഡയറി ഒളിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു. ആ ഡയറി കൈക്കലാക്കാൻ ശ്രമിച്ചവർക്കൊന്നും പിന്നെ നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. ധൈര്യം സംഭരിച്ച നായകൻ വീണ്ടും നിലവറയിലേക്ക് പോകുന്നു. ഇത്തവണ കയ്യിൽ ഒരു വലിയ ടോർച്ചും ഉണ്ടായിരുന്നു. അയാൾ ആ പഴയ കണ്ണാടിക്ക് മുന്നിലെത്തി. പക്ഷേ ഇപ്പോൾ കണ്ണാടിയിൽ ആ രൂപമില്ല, പകരം തന്റെ സ്വന്തം നിഴൽ തന്നെ. അയാൾ ആശ്വസിച്ചുകൊണ്ട് തിരിയാൻ തുടങ്ങുമ്പോഴാണ് നിലത്തു വീണ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അത് കണ്ടത്. തന്റെ കാലുകൾക്ക് നിലത്ത് നിഴലില്ല, പകരം നിലവറയുടെ